എടേ നമസ്കാരം. എടേ ഇന്നെന്തായാലും വന്നിരിക്കുന്നത് റിയാക്ഷൻ വീഡിയോ ഒന്നുമല്ല. ഇന്ന് വേറൊരു വെറൈറ്റി പിടിച്ചിട്ട് ആരും ചെയ്യാത്ത ഒരു അടിപൊളി അൺബോക്സിങ് വീഡിയോ. അപ്പോൾ സംഭവം വേറൊന്നുമല്ല, കുറച്ച് ദിവസമായി ഒരു മൈക്ക് മേടിക്കണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അങ്ങനെ പൈസ എത്ര മുടക്കണം വേണ്ട എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഒരു നെഞ്ചിടിപ്പാണല്ലോ. അങ്ങനെ തപ്പി പിടിച്ച് വന്നപ്പോഴത്തേക്കാണ് ഈ സാധനം കണ്ടത്. ഹോളിലാൻഡ് ലാർക്ക് M2. സംഭവം സാധനമൊക്കെ അടിപൊളിയാണെന്നാണ് ഓരോ റിവ്യൂസും പറയുന്ന. ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് യൂസ് ചെയ്യുന്നതും കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിനെപ്പറ്റി തപ്പിപ്പോയത്. DJ ഒക്കെ മേടിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ എന്ത് ചെയ്യാം, മുടിഞ്ഞ വില താങ്ങൂല. എന്നിട്ടിങ്ങനെ തപ്പി നടന്നപ്പോഴത്തേക്കും ഷസാമിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ഉണ്ട്. അത് കണ്ടപ്പോഴത്തേക്കും പിന്നെ വിചാരിച്ച് എന്നാൽ പിന്നെ എടുത്ത് കളയാം. അങ്ങനെ സാധനം എത്തിയിട്ടുണ്ട്. ഇത് വന്നിട്ട് കോംബോ സാധനമാണ്. ക്യാമറയിലും ഫോണുകളിലും യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനം. അപ്പം നമുക്ക് എന്തായാലും ഇതൊന്ന് പൊട്ടിച്ച് നോക്കാം അല്ലേ. ASMR എടുക്കണമെന്നുണ്ടായിരുന്നു, പിന്നെ മെനക്കേട് അല്ലേ. ആദ്യം തന്നെ ഇതിൻ്റെ അകത്തൊരു ബോക്സ് ഉണ്ട്. ബോക്സിൽ കുറേ പേപ്പർ മണികളുണ്ട്. വാറൻറ്റി, ഇതെന്തോ ഒരു കാർഡ്, ആഫ്റ്റർ സെയിൽസ് കാർഡ്, യൂസർ ഗൈഡ്, പിന്നെ കുറേ സ്റ്റിക്കറൊക്കെ ഉണ്ട്. ഈ സ്റ്റിക്കർ എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇത് പാക്കറ്റിൽ എന്തൊക്കെ ഉണ്ടെന്ന് കാണിച്ചു കൊണ്ടൊരു സാധനം. രണ്ടാമതായിട്ട് നമുക്ക് വരുന്നത് എങ്ങനെ എടുക്കും വാടേ കളിയാക്കല്ലേ. പോരട്ടെ. ഈ സാധനമാണ്. ഇതാണ് റിസീവർ. ഇത് രണ്ടും ഫോണിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള സാധനങ്ങൾ. ഇത് ക്യാമറയിൽ കണക്ട് ചെയ്യാനുള്ള റിസീവറും മൈക്കും. അപ്പോൾ അത് രണ്ടും ഉണ്ട്. ഓക്കെ, നമുക്ക് ബാക്കിയും കൂടെ തുറന്നിട്ട് ഇതിലോട്ട് തിരിച്ചു വരാം. അപ്പോൾ ഇത് സൈഡാക്കി. പിന്നെ പെട്ടിക്കകത്ത് തുറന്ന് വരുമ്പോൾ ഒരു പൗച്ച്, പിന്നെ ഒരു റിവ്യൂറും കാണിക്കാത്തൊരു സാധനം സിലിക്കാ ജെൽ. ഇതും ഇതിൻ്റെ അകത്തുണ്ട്. അത് ഞാൻ തൽക്കാലം അതിൻ്റെ അകത്ത് തന്നെ തിരിച്ചിടുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ആരും കാണിക്കാത്ത വെറൈറ്റി സാധനമാണെന്ന്. ഈ പൗച്ച് തുറക്കുമ്പോൾ എന്തിരടേ ഇത് ക്യാമറയിലോട്ട് കണക്ട് ചെയ്യാനുള്ള മറ്റേ വയർ, 3.5 ജാക്ക് ടു 3.5 ജാക്ക്. ഇത് വന്നിട്ട് ഒരു USB A to C ഒരു കേബിൾ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വന്നിട്ട് 2 മറ്റേ ക്ലിപ്പ്, മറ്റേ ഇവിടെ കൊളുത്തി വയ്ക്കൂലേ. ഇത് മറ്റേ മാഗ്നറ്റ് സാധനമാണ്. അപ്പോൾ അകത്ത് കൊളുത്തി വെച്ചിട്ട് ഒട്ടിച്ചാൽ മതി. അങ്ങനെ 2 ക്ലിപ്പ്. പിന്നെ വന്നിട്ട് ഇതെന്തിന്, ഇത് മറ്റേ മാല പോലത്തെ സാധനമോടെ. ഇത് മറ്റേ കഴുത്തിയിട്ടിട്ട് മാല പോലെ ഇട്ടിട്ട് കഴുത്തിൽ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് മൈക്ക് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. കണ്ട, ഇതിങ്ങനെ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ, അയ്യോ ഇത് ഒട്ടണില്ലേ, ഇത് അപ്പുറത്തെ സൈഡാണ്. ഇതിങ്ങനെ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് മാല പോലെ ഇടാം. ഇതിനെ അയക്കണം. അത് ഞാൻ പിന്നെ മാല പോലെ ഇട്ട് അയച്ചു തരാം. മാല പോലെ ഇട്ട് ഇതിങ്ങനെ തൂങ്ങി കിടക്കും. എന്നിട്ട് ഞാൻ സംസാരിച്ച് കഴിഞ്ഞാൽ വീണ്ടും അവിടെ കേൾക്കും. ഇതാണ് സെറ്റപ്പ്. അത്രേ ഉള്ളൂ, സിമ്പിൾ. പിന്നെ ഇതിൻ്റെ അകത്തൊന്നുമില്ലേ. പിന്നെ ഒരു പൗച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് സാധനം. എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ നോക്കട്ടെ. കുഞ്ഞു സാധനം, വെരി ഹാൻഡി. അതൊക്കെ ഉണ്ടോ, ഇത്രയേ ഉള്ളൂ. വെരി സ്മോൾ. ഇതിൻ്റെ മൈക്കായാൽ പോലും ഇതാ കാണാമോ, ഇത്രയേ ഉള്ളൂ. സാധനം കൊള്ളാം. ഇതാണ് ക്യാമറയിൽ നമ്മൾ പിടിപ്പിച്ച് വയ്ക്കേണ്ട സാധനം. ഇത് നമ്മൾ ചാർജ് ചെയ്യണം. എന്നാൽ നമ്മൾ ഫോണിൽ കുത്തുന്ന സാധനം എന്താ കാണിച്ചു തരാമേ. കണ്ട, ഫോണിൽ കുത്തുന്ന സാധനം ഇത് ചാർജ് ചെയ്യണ്ട. ഇത് നമ്മൾ ഡയറക്റ്റ് കുത്തിക്കഴിഞ്ഞാൽ ഫോണിൽ നിന്ന് തന്നെ കണക്ഷൻ എടുക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഇത് USB ലൈറ്റ്നിങ്ങിൻ്റെ ചാർജ് ഐഫോണിൽ കുത്താനായിട്ട്.
അതുപോലെ തന്നെ ടൈപ്പ് സീൻ്റെ ഉണ്ട്. പോരട്ടെ ആ ഇത് ടൈപ്പ് സി, ബാക്കിയുള്ള ഐഫോൺ അല്ലാത്ത ബാക്കിയുള്ള ഫോണുകളിൽ പൊട്ടിക്കാനായിട്ട്. അതിൽ വന്നില്ല കവർ പൊട്ടിക്കാം. അതിൻ്റെ പേരിലൊരു കുറവ് വരുത്തണ്ട തക്കണ്ട. അപ്പോൾ ഇതാണ് സെറ്റപ്പ്. ഇതിൻ്റെ ഉപയോഗം എങ്ങനെയുണ്ടെന്ന് ഞാൻ അടുത്തൊരു വീഡിയോ ഇടുമ്പം അതിൽ നോക്കിക്കോ. അതിൻ്റെ അകത്ത് ഇതെങ്ങനെയുണ്ട് എന്ന് എല്ലാം സെറ്റപ്പ് കൃത്യമായിട്ട് അറിയാം. കാരണം അടുത്ത വീഡിയോ മുതൽ ഈ ചെറുക്കനോട് ടാറ്റ ബൈ ബൈ പറയേണ്ടി വരും. ഈ ചെറുക്കനായിരിക്കും നമ്മൾ ഉപയോഗിക്കുക. അതാകുമ്പോഴത്തേക്കും ഈ പൊസിഷനിൽ നിന്ന് ക്യാമറ മാറ്റി എനിക്ക് വേറെ പൊസിഷനിലേക്ക് വെച്ച് കുറച്ചുകൂടെ വൈഡർ ആംഗിൾ പിടിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, കൊള്ളാം കേട്ടോ. എന്തായാലും ഞാൻ അടുത്ത വീഡിയോ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ അല്ലെങ്കിൽ ഒരു വീഡിയോ ഇതിൻ്റെ ഉപയോഗം എങ്ങനെയുണ്ടെന്ന് ഞാൻ നോക്കിയിട്ട് വേറൊരു വീഡിയോ ഇട്ട് പിന്നെ കാണാം. അതുവരേക്കും ടാറ്റാ, ഗുഡ് ബൈ.